ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലീനിയർ റിഗ്രഷന്റെ അസ്യൂംഷന്റെ ക്ലാസിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നോർമാലിറ്റി ഓഫ് റെസിജ്വൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഇതേപോലത്തെ ആണെങ്കിൽ ഈ നമ്മൾ കണ്ടുപിടിച്ച ലൈനിന് ഫിറ്റ് ലൈനിന് ഈ ഇതിലേക്കുള്ള ദൂരങ്ങളുണ്ടല്ലോ, ഇത് നമ്മൾ എററായിട്ടാണല്ലോ എടുക്കൽ. ഓക്കെ, അപ്പോൾ എറർ ഫോളോ മൾട്ടി വാരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ എററിന് ഇത് ഒരുപാട് എറേഴ്സ് ഉണ്ട്. ഇത് എററാണ്, ഇത് E1 E2 ഒക്കെ വ്യത്യസ്തമായ എററുകളാണ്. അപ്പോൾ നമുക്കറിയാം എറർ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്കറിയാം എറർ = yi minus y hat. അപ്പോൾ ഇതിൻ്റെ ഈ റീഡിങ്സും എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്താ എറർ ഇപ്പോൾ ഒരു എറർ 0 എറർ 1 എറർ 1 0 -1 2 -2 -1 -3 3 4 0 0 0 ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ എററും നമ്മളെ പ്രഡിക്റ്റഡ് വാല്യൂ തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവും ഇതിനെ ഇങ്ങനെ 0 -1 -2 അതേപോലെ 1 2. അപ്പോൾ ഇതിനൊരു ഗ്രാഫ് വരച്ചാൽ ഇപ്പോൾ -1ൻ്റെ എറർ -2ൻ്റെ എററിൻ്റെ കൗണ്ട് ഇത്ര ആയിരിക്കും. ഓക്കെ, -1ൻ്റെ കൗണ്ട് ഇത്ര, എററിൻ്റെ കൗണ്ട് 0ൻ്റെ ഏറ്റവും കൂടുതൽ, -1ൻ്റെ എത്ര, -2ൻ്റെ എത്ര. അപ്പോൾ ഇതിങ്ങനെ വരച്ചാൽ ഇതേപോലത്തെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം ഇതായിരിക്കും കിട്ടേണ്ടത്. ഇതാണ് നമ്മളെ അസംഷൻ. എന്നാൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഇത് റൈറ്റ് സ്ക്യൂഡ് എറർ ആയിരിക്കും ചിലപ്പോൾ കിട്ടില്ല. അത് മീൻസ് നമ്മൾ ഇത് നമ്മളെ ഫിറ്റഡ് ലൈൻ ആണെങ്കിൽ, അപ്പോൾ ഇതിൽ റൈറ്റ് സൈഡിൽ ഇവിടെ പോസിറ്റീവ് സൈഡിൽ പോസിറ്റീവ് സൈഡിലെ ഏരിയയിൽ കൂടുതൽ എറേഴ്സ് വരും. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, ഇതാണ് റൈറ്റ് സ്ക്യൂ എറർ. അതേപോലെ നെഗറ്റീവ് സൈഡിൽ കോൺസെൻട്രേഷൻ കൂടുതൽ, നെഗറ്റീവ് സൈഡിൽ ചിലപ്പോൾ നെഗറ്റീവ് സൈഡിൽ കോൺസെൻട്രേഷൻ കൂടുതലാകും, അതാണ് ലെഫ്റ്റ് സ്ക്യൂ എറർ. ഓക്കെ, എറർ ഇസ് ലാർജ്, ഇത് ഔട്ട്ലിയർ എറർ പ്രസൻറ്റ്. എറർ കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഔട്ട്ലിയർ കൂടുതലാണ്. ഓക്കെ, നമ്മൾ ആക്ച്വൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് കിട്ടല്, സിമെട്രിക് ഒരു വെൽ ഷേപ്പിലായിരിക്കും കിട്ടല്. ഓക്കെ, ഇപ്പോൾ the regression line get pulled toward the outlier to minimize the square loss. അപ്പോൾ റിഗ്രഷൻ ലൈന് ആക്ച്വലി ഇതായിരുന്നു വേണ്ടത്. പിന്നെ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ലിയർ വന്നാൽ എന്താക്കും, ഈ റിഗ്രഷൻ ലൈന് എററിൻ്റെ മിനിമൈസ് ദ സ്ക്വയർ ലോസ് എറർ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ആക്ച്വൽ ലൈനിന് ജസ്റ്റ് പുൾ അപ്പ് ചെയ്യും. മനസ്സിലായി, ഔട്ട്ലിയർ വന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ വിത്ത് ഔട്ട്ലിയർ ആണെങ്കിൽ ഇതായിരിക്കും, വിത്തൗട്ട് ഔട്ട്ലിയർ ആണെങ്കിൽ നമുക്ക് നോർമൽ ലൈൻ ഇതായിട്ടായിരിക്കും നമ്മളെ ഫിറ്റഡ് ലൈൻ കിട്ടല്. ഹൗ ടു ഐഡൻറ്റിഫൈ ദ ഔട്ട്ലിയർ വിൽ ഹാവ് ഹൈ എറർ ഉണ്ടെങ്കിൽ ഹയർ ഔട്ട്ലിയർ ഉണ്ടാവും. ഹൗ ടു ഡീൽ വിത്ത് ഔട്ട്ലിയർ, റിമൂവ് ദ പോയിന്റ് ഫ്രം ഹയർ എറർ ആസ് മെനി ആസ് യു വാണ്ട് ടു ഫിറ്റ് ദ മോഡൽ അഗൈൻ. അപ്പോൾ ഹൈ എറർ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ എററുകളൊക്കെ നമ്മൾ എന്താക്കും, റിമൂവ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഇതിങ്ങനെ കൊളാബിൾ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എറർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താക്കി, x_sm = sm ആഡ് കോൺസ്റ്റന്റ്. ഓക്കെ, sm ആഡ് str സ്കെയിൽഡ് ഇത് ചെയ്തു. അതേപോലെ ദെൻ അതിന് OLS മോഡലിൽ ഫിറ്റ് ചെയ്തു. ദെൻ y hat = sm minus predict xm. ഓക്കെ, y hat അതാക്കി, എറർ = y hat minus y train. ഇതാണ് എറർ. എന്നിട്ട് അത് റൺ ചെയ്തു. എന്നിട്ട് എററിൻ്റെ വാല്യൂ നോക്കിയാൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കറസ്പോണ്ടിങ് എറേഴ്സ് നമുക്ക് ഇവിടെ കിട്ടി. എന്നാൽ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷപ്പീറോ ടെസ്റ്റ് ഇൻപുട്ട് ചെയ്യും.
Okay. From SciPy import stats residual is equal to stats dot Shapiro. ഏതിനേക്കാൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എററിലേക്ക് എന്നിട്ട് REC ഡോട്ട് സ്റ്റാറ്റിക്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ടെൻസ് ടു 1 ആണെങ്കിൽ അത് ഓൾമോസ്റ്റ് നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാണ് ഹെട്രോസ്കെഡാസിറ്റി. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മളെ ഹെട്രോസ്കെഡാസിറ്റീസ് അഥവാ നോ ഹെട്രോസ്കെഡാസിറ്റി, ഹെട്രോസ്കേസിറ്റി എന്ന് പറയലുണ്ട്, ഹെട്രോസ്കെഡാസിറ്റി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ഫീച്ചേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ എറേഴ്സ് കൂടി വരും, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊഡിക്ഷൻ എറേഴ്സ് കൂടി വരും. അപ്പോൾ ആസ് വി ഗോ ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ് എറർ ആർ ഇൻക്രീസിങ്. അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ചിട്ട് എറേഴ്സും കൂടി വരും. ചെറിയതാണെങ്കിൽ എറേഴ്സ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷന് പറ്റില്ല. അപ്പം ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് എറേഴ്സ് കിട്ടുന്നതെങ്കിൽ ഇത് പറ്റില്ല. ഇതാണ് ഹെട്രോസ്കേസിറ്റി എന്ന് പറയുന്നത്. ഹൗ ടു ചെക്ക് ഹെട്രോസ്കേസിറ്റി? അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, അഥവാ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ error are normally distributed. That means means 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടീഷൻ. സ്പ്രെഡ് ഓഫ് എറർ I is not same as the value of y hat. This is known as heteroscedasticity. അഥവാ spread of the EI is not same as for the value of y prediction. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ സ്പ്രെഡ് വൈ പ്രൊഡിക്ഷൻ, പക്ഷേ വൈ പ്രൊഡിക്ഷന് കറസ്പോണ്ട് ചെയ്യുന്ന എറർ സ്പ്രെഡ് എന്തല്ല വാല്യൂ ആർ സെയിം നോട്ട് സെയിം ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ ഇത് നോട്ട് സെയിം അല്ലാത്ത ഈ കണ്ടീഷനാണ് ഹെട്രോസ്കേസിറ്റീസ് എന്ന് പറയുന്നത്, മനസ്സിലായി? അപ്പോൾ ഹെട്രോസ്കേസിറ്റി പറഞ്ഞാൽ അപ്പോൾ നമ്മളെ ലീനിയർ റിഗ്രഷനിൽ നോ ഹെട്രോസ്കേസിറ്റി ആയിരിക്കണം, അതാണ് നമ്മളെ അസംപ്ഷൻ. What does it tell us? Outlier in data, അഥവാ linear model is in right. Okay. Next, ഈ ഹെട്രോസ്കേസിറ്റി നമുക്ക് എങ്ങനെ കൊളാബിൽ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഹെട്രോസ്കേസിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്താക്കിയിട്ടുണ്ട്, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എന്താ വെച്ചാൽ y hat is equal to sm model dot predict sm. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ y hat to sm model dot predict sm കൊടുത്തു. ദെൻ എറർ സിക്കർ y hat മൈനസ് y train, ഇത് നമുക്കറിയാം. എന്നിട്ട് ഇത് റൺ ചെയ്ത് അതിന് ശേഷം നമ്മൾ ഈ y hat എററും തമ്മിലുള്ള ഒരു പ്ലോട്ട് വരക്കും. ഓക്കെ, അതാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഈ സീറോൻ്റെ ഇതിൽ ഈ ഏകദേശം ആൾമോസ്റ്റ് ഈക്വലൈസ് ആയിട്ടാണ് ഈ എറർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം നോ ഹെട്രോസ്കേസിറ്റി പ്രസന്റ് ഇൻ. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ വളരെ റിസ്ക് ആണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ സ്റ്റാറ്റിക്കൽ വാല്യൂവിൽ നിന്ന് തന്നെ നമുക്ക് കഴിയും. അതിന് ഉള്ള ഒരു പുതിയൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റാണ് ഗോൾഡ്ഫീൽഡ് ടെസ്റ്റ്. ഓക്കെ, അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അസംഷൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യും. സ്റ്റാറ്റ് മോഡൽ കോമ്പാക്റ്റ് ഇമ്പോർട്ട് എൽജിപ്പ് ഇമ്പോർട്ട് സ്റ്റാറ്റ് മോഡൽ സ്റ്റാറ്റ് API ഡോട്ട് SMS. ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നെയിം ഇസ് ഈക്വൽ ടു സ്റ്റാറ്റിക്സ് പി വാല്യൂ, ഈ രണ്ട് സാധനം നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റാറ്റിക് പി വാല്യൂ. ദെൻ ടെസ്റ്റ് ഇസ് ഈക്വൽ ടു SM ഡോട്ട് HT ഗോൾഡ്ഫീൽഡ് കോണ്ടന്റ് ടെസ്റ്റ് y train SMS2. സിപ്പ് നെയിം ടെസ്റ്റും കൊടുത്ത് റൺ ചെയ്യും. അപ്പോൾ നമുക്കൊരു പി വാല്യൂ കിട്ടും. പി വാല്യൂ ഓക്കെ, സ്റ്റാറ്റിക്സും പി വാല്യൂ കിട്ടും.
ഇപ്പൊ ഈ ടെസ്റ്റിൽ നമ്മൾ എന്താക്കി പി വാല്യൂ 0.77 ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് 0.7 പി വാല്യൂ 0.77. ദാറ്റ് മീൻസ് നമ്മൾ ഡിഫോൾട്ട് നമ്മൾ ഇതിപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്ന് നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് അസ്യൂം ചെയ്യുന്നത് പി വാല്യൂ ലെസ് ദാൻ 0.5 ആണെങ്കിൽ നമുക്ക് എന്താക്കാം, നമ്മൾ ആക്സെപ്റ്റ് ഇത് ഗ്രേറ്റർ ദാൻ 0.5 ആണെങ്കിൽ 0.5% ആണെങ്കിൽ അതുപോലെ 0.05 കൂടുതലാണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഇവിടെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുത്തത് എന്താണെന്ന് വെച്ചാൽ നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുത്തത് നോ ഹെറ്ററോസ്കേസിറ്റി. ഓക്കെ, നോ ഹെറ്ററോസ്കേസിറ്റി എന്നാണ് നമ്മൾ ഹെറ്ററോസ്കേസിറ്റി എന്നായിട്ട് എടുത്തു. അപ്പോൾ ഇതിന്റെ പി വാല്യൂ ഗ്രേറ്റർ ദാൻ 0.5 ആണ്. അപ്പോൾ നമ്മൾ അസംഷൻ സെയിം ആണ്. ഓക്കെ, ലെസ് ദാൻ 0.05 ആണ് അങ്ങനെയാണെങ്കിൽ റിജക്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ എന്തില്ല, കേസിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മളെ ഇതാണ് അടുത്ത അസംഷൻ ആണ് നോ ഓട്ടോ കോറിലേഷൻ. ദാറ്റ് മീൻസ് ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എററും ടൈമും തമ്മിൽ നോക്കുമ്പോൾ ഇതിലെന്തില്ല, ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ ടൈം സീരീസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല, ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല, ലീനിയർ റിഗ്രഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, ഇതിന്റെ ഫുള്ള് അസംഷൻ പറയാനുള്ള. ഒന്നുകൂടി അതിന്റെ അസംഷന്റെ സമ്മറി ഉണ്ടാവും, ഞാൻ നോക്കുന്നു. സമ്മറി പഠിച്ചത് ഫസ്റ്റ് അസംഷന് ലീനിയാരിറ്റി ആയിരിക്കണം. നോ മൾട്ടിക്കോണ്ടിറ്റി ഉണ്ടാകാൻ പറ്റില്ല. നോർമാലിറ്റി റെസിജ്വലുമാണ്. നോ സ്കേർസിറ്റി ഉണ്ടാകാൻ പറ്റില്ല. ഓട്ടോ കോറിലേഷൻ വിഷ്വൽ അഥവാ ഐക്കൺ സെറ്റ്, ചെക്ക് ലിസ്റ്റ്, ഗ്രാഫിക്സ്. ഓക്കെ, ഐക്കൺ സെറ്റ്, വിഷ്വലൈസേഷൻ, ഓട്ടോ കോറിലേഷൻ, വിഷ്വൽ, ഐക്കൺ സെറ്റ്, ചെക്ക് ലിസ്റ്റ്, ഗ്രാഫിക്സ്. ഓക്കെ, ഓട്ടോ കോറിലേഷൻ ആയിരിക്കണം. ഇത്ര കാര്യങ്ങളാണ് അപ്പോൾ സമ്മറിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ poonianalytics@gmail.com എന്ന മെയിൽ ID-യിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് 7356173573 ഈ വാട്സപ്പിലേക്കോ നിങ്ങൾക്ക് അയക്കാം. ഓക്കെ, അപ്പോൾ പുതിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.